ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന 65ാമത് സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ആരോഗ്യ സമ്മേളനം നടന്നു. ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ നിർവഹിച്ചു. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ സനാതന ധർമ്മ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന 65ാമത് സപ്താഹ ജ്ഞാനയജ്ഞവും വാർഷികത്തിന്റെയും മകരഭരണി മഹോത്സവവും മകരഭരണി സദ്യയുടെയും ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു. രാവിലെ 6 മുതൽ യജ്ഞശാലയിൽ വിശേഷാൽ പൂജകൾ, പ്രഭാഷണം, പാരായണം, ഉച്ചയ്ക്ക് 1 മുതൽ അന്നപ്രസാദം, 2 മുതൽ പാരായണം, പ്രഭാഷണം, വൈകിട്ട് 5-ന് ആരോഗ്യ സമ്മേളനവും നടന്നു. ഉദ്ഘാടനവും ചികിത്സാ ധനസഹായ വിതരണവും ആലപ്പുഴ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി പത്മകുമാർ നിർവഹിച്ചു. കേരളത്തിൽ 5 പേരിൽ ഒരാൾക്ക് പ്രമേഹവും 3 പേരിൽ ഒരാൾക്ക് ഹൈപ്പർ ടെൻഷനും ഉണ്ട് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുകയാണ്. മുമ്പിലിരിക്കുന്ന 3 പേരെ വിളിച്ചുവിരുത്തി പ്രഷർ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് തീർച്ചയായിട്ടും പ്രഷർ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്രമാത്രം നമ്മുടെ ഇടയിൽ ഇതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നത്? ഒരേയൊരു ഉത്തരമേ ഉള്ളൂ, നമ്മുടെ ജീവിതശൈലി അനാരോഗ്യകരമാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ മാർഗം? മരുന്ന് കഴിച്ചാൽ മതിയോ? മരുന്ന് കഴിച്ചാൽ മതി തൽക്കാലത്തേക്ക്. എപ്പോൾ മരുന്ന് കഴിക്കുന്നത് നിർത്തുന്നു, അടുത്ത ദിവസം പ്രഷർ കൂടും, ഷുഗർ കൂടും. പിന്നെ എന്താണ് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം? ഉണ്ട്, ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ട്. എളുപ്പമല്ല. അതാണ് ജീവിതശൈലിയുടെ ആരോഗ്യകരമായിട്ടുള്ള പുനഃക്രമീകരണം, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് ഡോക്ടർമാർ ആവർത്തിച്ച് പറയുന്നു. ഭക്ഷണം നിയന്ത്രിക്കുക, 30-45 മിനിറ്റ് വ്യായാമം ചെയ്യുക, ലഹരി വസ്തുക്കൾ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, മാനസികമായിട്ടുള്ള വിശ്രാന്തി നേടുക, മനസ്സംഘർഷം കുറയ്ക്കുക, ടെൻഷൻ കുറയ്ക്കുക, ഇങ്ങനെയെല്ലാം പറയുന്നു. ഡോക്ടർ രവിശങ്കർ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ ആർ ബാലകൃഷ്ണപിള്ള സ്വാഗതം രേഖപ്പെടുത്തി. സ്വാമി ഉദിത് ചൈതന്യ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രദക്ഷിണം വയ്ക്കണം, അതാണ് ക്ഷേത്രം വെച്ചിരിക്കുന്നതിനാണ്. പിന്നെ ആ ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ മുന്നിൽ വന്ന് ഒരു വാക്ക് പറഞ്ഞു പഠിക്കുക. ദേവി, എന്തു വന്നാലും പ്രസാദ ബുദ്ധിയോടുകൂടി കാണാൻ സാധിക്കട്ടെ. എന്തു വന്നാലും പ്രസാദ ബുദ്ധിയോടുകൂടി കാണാം. എന്നിട്ട് എന്ത് വേണം? കുറച്ചു നേരം ജപിച്ച് ഒരു പരമാനന്ദ നിർവൃതരായി കൊണ്ടുപോവുക. അപ്പം ഈ 4 വാക്കുകൾ: പ്രസന്നത, പ്രചോദനം, പ്രസാദം, പരമാനന്ദം. ഇത്രയും നമുക്കൊക്കെ കുറച്ച് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ തന്നെ ആരോഗ്യം നമ്മുടെ കൂടെ വരും. ബി ഉണ്ണികൃഷ്ണൻ നായർ നന്ദി രേഖപ്പെടുത്തി. വൈകിട്ട് 6:30-ന് ദീപാരാധന, 7-ന് പ്രഭാഷണം എന്നിവ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.